ഒരു ഒരു കൊട്ടയിൽ ഒരു കസേര നിറച്ചും ഡ്രസ്സ് ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. ഡ്രസ്സ് ഏറെക്കുറെ ഫോൾഡ് ചെയ്ത് വെച്ചിനി അത് കബോർഡിൽ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ താഴെ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, ഡൺ. ഫുഡ് കഴിക്കാൻ വേണ്ടി താഴെ ചെന്നപ്പോഴേക്കും ഉമ്മച്ചി എനിക്കൊരു പണി തന്നു. ഉമ്മച്ചി അവിടെ കേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. ഉമ്മച്ചി വേറെ പണിയിലോട്ട് പോയിട്ട് തന്നെ കേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഉമ്മച്ചി ഇതുപോലെ മാവ് പരത്തി അത് വെട്ടാക്കിയിട്ടാണ് നമ്മൾ വെട്ടി കേക്ക് ഉണ്ടാക്കുന്നത് ഗൈസ്. ഇനി നമുക്കിതെല്ലാം പോയി ഫ്രൈ ചെയ്തെടുക്കാം. കമോൺ. ഓക്കെ ഗൈസ്, ആദ്യമേ എങ്ങനെയാണ് കേക്ക് ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഡോണ്ട് മൈൻഡ് ദ ചീനച്ചട്ടി ഗൈസ്. ഇത് നമ്മൾ വർഷങ്ങളായിട്ട് പുരാതനമായിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടു നടക്കുന്ന ചീനച്ചട്ടിയാണ്. അതാണ് ഇതിൻ്റെ കളർ ഷേപ്പ് കഴിഞ്ഞിരിക്കുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് ജഡ്ജ് അവർ ചീനച്ചട്ടി. ആദ്യം നമ്മൾ ഓരോ കേക്ക് ഇങ്ങനെ ഒരു കയ്യിലെണ്ണ വീണ് ഇങ്ങനെ നമ്മൾ ഇടണം. 1 2 3 4 എണ്ണ തിളയ്ക്കും. ഈ സേഫ് ഗൈസ്. പിന്നെ എത്ര ഒരു 5 6 തൊട്ട് 7ാമത്തെയും കൂടെ ഇടാം നമുക്ക്. 7 ഇത്രയും മതി. ഓക്കെ, ഇത്രയും കൂടെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇപ്പം ഇങ്ങനെ ബബിൾസ് വരും. പിന്നെ അത് കുറച്ചിങ്ങനെ മുകളിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഈ സാധനം വെച്ച് ഇങ്ങനെ ആയിക്കൊടുക്കണം. മുകളിലോട്ട് വരുന്നതിനെ ആക്കിയിടാൻ ഒരു അവരമ്മ ഒട്ടി പിടിക്കുന്നു. അതിങ്ങനെ മുകളിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ ഗൈസ്, എൻ്റെ കണ്ണും കൈ മറിച്ച് ഓയിലാണ്. ബൈ ഗൈസ്. മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കി കളിച്ചുകൊണ്ടിരിക്കണം. ഇത് 2 സൈഡും കുറച്ച് ബ്രൗണായി വരുന്നവരെ ഇങ്ങനെ ഇളക്കി കളിച്ചുകൊണ്ടിരിക്കണം. ദാറ്റ്സ് മൈ ജോലി. ഓക്കെ ബൈ ഗൈസ്. കേക്ക് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വിശക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് വാട്ടർമെലൺ പോയി കട്ട് ചെയ്തത്. ഓക്കെ, ഇവിടെ ഒരു വാട്ടർമെലൺ ഉണ്ടായിരുന്നു. ഡോണ്ട് മൈൻഡ്, എൻ്റെ ഫ്രിഡ്ജിൽ ഡോണ്ട് ജഡ്ജ്. ഓക്കെ ഗൈസ്, നമുക്ക് ഈ വാട്ടർമെലൺ കട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, നല്ല ട്രാൻസിഷൻ. നമുക്ക് കുറച്ച് ഷുഗറും കൂടെ ഇടാം. അത്ര മധുരമില്ലാത്ത വാട്ടർമെലണാണ്. അപ്പോഴേക്കും ഇവിടെ പതന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ എഗ്ഗ് ഇട്ടിട്ടുണ്ട് കേക്കിൽ. അതുകൊണ്ടാണിത് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ഡിന്നറൊക്കെ കഴിച്ചായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് ഉമ്മച്ചി എനിക്ക് വാഴ്ത്തുന്നത് ഫുഡ്. അതുകൊണ്ട് അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. സ്കിൻ കെയർ ചെയ്യണമെന്നുണ്ട്. കുറേ ദിവസമായി സ്കിന്നിൽ മോയ്സ്ചറൈസർ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട്. അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ടൈം ഒരു 11 o'clock ആയി. അതുകൂടെ കഴിഞ്ഞിട്ട് കുറേ നേരം കൊണ്ട് ഞാൻ ഒരു ചെറിയ കാര്യം തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച, അപ്പം യൂട്യൂബേഴ്സ് കുറേ നേരം ഈ ക്യാമറ ഇങ്ങനെ പിടിച്ച് എനിക്കിപ്പോൾ തന്നെ കൈവേദനിക്കാൻ തുടങ്ങി. കുറേ നേരം ഇങ്ങനെ ഫോണൊക്കെ പിടിച്ച് എങ്ങനെ പറയുന്നതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അല്ല, അങ്ങനെ ഇനി ആ സ്കിൻ കെയറും കൂടെ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സിനിമയൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കണമെന്നൊക്കെ വിചാരിച്ചാലും ഇങ്ങനെ ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ നല്ല പാടാണ്. എങ്ങനെയാണോ എന്തോ യൂട്യൂബേഴ്സൊക്കെ സംസാരിക്കുന്നത്. യൂട്യൂബിൽ വ്ളോഗ് എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും എങ്ങനെ സംസാരിക്കണം, എന്ത് ചെയ്യണം ഒന്നും അറിയത്തില്ല. ഇൻഷാല്ലാ എല്ലാം പഠിക്കും. പക്ഷെ ഒരു ഡാർക്ക് ഫാൻറ്റസി കൊണ്ട് തന്നു. ഒരെണ്ണം തന്നെ ഞാൻ കഴിച്ചു കഴിഞ്ഞു. അതും കൂടെ കഴിച്ചിട്ട് ജേർണലിങ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് മാത്രമല്ല. ഞാൻ എന്നും ഡെയിലി ജേർണലിങ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഞാൻ ചെയ്യാൻ എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് മൈലാഞ്ചി അരയ്ക്കാണ്. എനിക്ക് എന്തെങ്കിലും ലോ ഫീൽ ചെയ്യുമ്പോൾ, എൻ്റെ മൂഡ് അത്ര ഓക്കെ അല്ലെന്ന് ഫീൽ ചെയ്യുമ്പോൾ ഞാൻ ഒന്നെങ്കിൽ മൈലാഞ്ചി അരയ്ക്കും, അല്ലെങ്കിൽ കുക്ക് ചെയ്യും, അല്ല എന്തെങ്കിലും വരയ്ക്കുമ്പോൾ. ഞാൻ അങ്ങനെ വരയ്ക്കണം എനിക്ക് അത്രയ്ക്ക് അറിഞ്ഞുകൂടാ. എന്നാലും എന്തെങ്കിലും വരയ്ക്കുമ്പോഴേക്കും എൻ്റെ മൂഡ് കുറച്ച് അപ്ലിഫ്റ്റ് ചെയ്യുന്ന കണക്ക് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്.
അപ്പം ഞാൻ വിചാരിച്ചൊരു കുറച്ച് എന്തെങ്കിലും മൈലാഞ്ചി വരയ്ക്കാമെന്ന് കയ്യിൽ പിടിക്കുമ്പോഴേക്കും മൈലാഞ്ചി വരയ്ക്കാറുണ്ട്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ വാങ്ങിച്ച കോണ് ഞാൻ വാങ്ങിച്ച കോണിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. കോണിന് ഒട്ടും സ്റ്റെയിൻ വരുന്നില്ല. ഞാൻ ഒരു പൊട്ട കോണായിപ്പോയി വാങ്ങിച്ചത്. പ്രാക്ടീസ് കോണായിട്ട് ചുമ്മാ ഇങ്ങനെ വരച്ച് കളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ സ്റ്റെയിൻ ഒട്ടും സ്റ്റെയിൻ വരത്തില്ല. നമുക്ക് മൈലാഞ്ചി വരയ്ക്കാം. അങ്ങനെ മൈലാഞ്ചി ഇടുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഒരു ആഴ്ച ഞാൻ മൈലാഞ്ചി ഇടുകയല്ലേ, അതുകൊണ്ട് ഞാൻ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ട്രാൻസിഷൻ എടുക്കാം നമുക്ക്. ഞാൻ ഇത്ര വരെ ഫില്ലാക്കിയുള്ളൂ. എനിക്ക് ഇത്രേ വരയ്ക്കാൻ തോന്നിയുള്ളൂ. അപ്പോഴേക്കും ഇത് വരച്ച് കഴിഞ്ഞാൽ സ്റ്റെയിൻ വരില്ലല്ലോ എന്ന് ഓർത്തപ്പം എനിക്ക് വരയ്ക്കാനുള്ള മോട്ടിവേഷൻ പോയി ഗൈസ്. കറണ്ട് വന്നു. ഈ ഡിസൈനാണ് വരയ്ക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. സ്കിൻ കെയർ ചെയ്യാം. യൂസ് ചെയ്യുന്ന ടോണർ പ്ലമ്മിൻ്റെ നയാസിനമൈഡ് ടോണർ. ഡോട്ടാൻകിയുടെ വിറ്റമിൻ സി പ്ലസ് സിറമാണ്. ഈ സിറമാണ് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ.